ഓണത്തിന് 6 സിനിമകൾ. മുൻ വർഷങ്ങളിലൊന്നും കാണാത്ത തരത്തിലുള്ള കടുത്ത മത്സരമാണ് ഈ ഓണക്കാലത്ത് വെള്ളിത്തിരയിൽ. 4 വർഷത്തിന് ശേഷമാണ് എല്ലാ താരങ്ങളുടെയും ചിത്രങ്ങൾ ഒന്നിച്ച് ഓണത്തിനെത്തുന്നത്. മമ്മൂട്ടിയുടെ രാജാതിരാജ, മോഹൻലാലിന്റെ പെരിച്ചാഴി, ദിലീപിന്റെ വില്ലാളി വീരൻ, പൃഥ്വിരാജിന്റെ ടിക്കറ്റ് 43, കുഞ്ചാക്കോ ബോബനും ബിജുമേനോനും അഭിനയിക്കുന്ന ഭയ്യ ഭയ്യ, ഫഹദ് ഫാസിലിന്റെ ഇയോബിന്റെ പുസ്തകം അല്ലെങ്കിൽ മണിരത്നം എന്നിവയാണ് ഓണത്തിനെത്തുന്ന ചിത്രങ്ങൾ. രാജാതിരാജ ഒരുക്കുന്ന അജയ് വാസുദേവും, പെരിച്ചാഴിയുടെ സംവിധായകൻ അരുൺ വൈദ്യനാഥനും, വില്ലാളി വീരൻ ഒരുക്കുന്ന സുധീഷ് ശങ്കറും, മണിരത്നത്തിലെ ക്രാഫ്റ്റ്മാൻ സന്തോഷ് നായരുമാണ് നവാഗതർ. രാജാതിരാജയിൽ റായലക്ഷ്മിയാണ് നായിക. സിബി കെ തോമസ്, ഉദയകൃഷ്ണ തിരക്കഥയൊരുക്കുന്ന സിനിമ പൊള്ളാച്ചിയിലൊരുങ്ങുന്നു. സെപ്റ്റംബർ 5-നാണ് റിലീസ്. പെരിച്ചാഴിയിൽ മോഹൻലാലും മുകേഷും അജു വർഗീസും ബാബുരാജുമാണ് പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്നത്. ആഗസ്റ്റ് 29-ന് പെരിച്ചാഴിയുടെ റിലീസ്. രാഗിണി ദിഗദ്വയാണ് നായിക. വില്ലാളി വീരനിൽ നമിത പ്രമോദും മൈഥിലിയുമാണ് ദിലീപിന്റെ നായികമാർ. മേജർ രവി രചനയും സംവിധാനവും നിർവഹിക്കുന്ന ടിക്കറ്റ് 43-ൽ പുതുമുഖം അനു ശർമ്മയാണ്. ബോളിവുഡ് താരം ജാവേദ് ജഫ്രി ഈ സിനിമയിലൂടെ മലയാളത്തിലേക്ക് എത്തും. പൃഥ്വിരാജിനും ഏറെ പ്രതീക്ഷയുള്ള ചിത്രമാണിത്. ജോണി ആന്റണി ഭയ്യ ഭയ്യയിൽ നിഷ അഗർവാളാണ് നായിക. അമൽ നീരദ് സംവിധാനം ചെയ്യുന്ന ഇയോബിന്റെ പുസ്തകത്തിൽ ഫഹദ് ഫാസിലിനോടൊപ്പം ജയസൂര്യയും അഭിനയിക്കുന്നു. റിനു മാത്യൂസാണ് നായികമാർ. മണിരത്നത്തിൽ നിവേദ തോമസാണ് ഫഹദ് ഫാസിലിന്റെ നായിക. ജോണി ആന്റണി സംവിധാനം ചെയ്യുന്ന ഭയ്യ ഭയ്യയിൽ നിഷ അഗർവാളാണ് നായിക. ഒരിടവേളയ്ക്ക് ശേഷമാണ് ചാക്കോച്ചനും ബിജുമേനോനും ഒന്നിക്കുന്നത്. അമൽ നീരദ് സംവിധാനം ചെയ്യുന്ന ഇയോബിന്റെ പുസ്തകത്തിൽ ഫഹദ് ഫാസിലിനോടൊപ്പം ലാലും ജയസൂര്യയും റിനു മാത്യൂസുമാണ്. ഓരോ പ്രധാന വാർത്തയും ഇന്ത്യ ക്ലിക്സിലൂടെ അറിയാൻ ഞങ്ങളുടെ ഫേസ്ബുക്കിലും ട്വിറ്ററിലും അംഗമാകും.